രാജ്യത്തെ നമ്പർ 1 മെഡിക്കൽ കോളേജായ എയിംസ് ഡൽഹിയിൽ ബ്രില്യൻ ടീമിനൊപ്പം ഇന്ന് രാജ്യമെമ്പാടും നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് 2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ 720-ൽ 720 എന്ന സ്കോർ നേടി ബ്രില്യൻ നൽകിയ 1 കോടി രൂപ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ രാജ്യത്തെ ഒന്നാമൻ ശ്രീനന്ദ് ശർമിൽ. ബ്രില്യൻ യൂട്യൂബ് ചാനലിലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഏറ്റെടുത്ത 720 ഔട്ട് ഓഫ് 720 എന്ന പ്രോഗ്രാമിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് 2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ 720 എന്ന സ്കോർ കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ്. ബ്രില്യന്റിന്റെ ഞങ്ങളുടെ സ്വന്തം ശ്രീനന്ദ് ശർമിൽ പറയും 720 എന്ന സ്കോറിനായി ശ്രീനന്ദ് നടത്തിയ തയ്യാറെടുപ്പുകൾ, വിജയ നാൾ വഴികൾ. നമസ്തേ. 720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മുടെ കൂടെ ഉള്ളത് 2024 720 നേടിയ ശ്രീനന്ദ് ശർമിൽ. ജൂണിൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ അഭിമാന പ്രോഗ്രാമായിട്ട് ഞാനും ശിവൻ സാറും കൂടെ തുടങ്ങി വെച്ച ഒരു പ്രോഗ്രാമാണ് 720 ഔട്ട് ഓഫ് 720. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ വീഡിയോ സീരീസ് കാണുമ്പം ശിവൻ സാറിൻ്റെ വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു. ഡ്രീം 720 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. ഞാനത് കാണാറുണ്ടായിരുന്നു. ഞാൻ അതിലെ പോയിൻറ്റ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ആ ഡ്രീം ഒരു റിയാലിറ്റിയായി മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ അവനത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. 2024 ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2023 ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ അത് ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് സാധിച്ചു തന്നത് ഞങ്ങളുടെ ശ്രീനന്ദ് ശർമിലൂടെയാണ്. രണ്ടും ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കും 720 ശ്രീനന്ദ് നമുക്ക് നേടിത്തന്നു. അങ്ങനെ മലയാളികൾക്ക് അഭിമാനമായിട്ട് ബ്രില്യന്റിന്റെ ചരിത്രത്തിലൊരു പൊൻതൂവലായിട്ട് ശ്രീനന്ദ് എയിംസിലോട്ട് വന്നതാണ്. അപ്പോൾ ശ്രീനന്ദിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ശിവൻ സാറും പറഞ്ഞു വെച്ച ദ ഗ്രേറ്റസ്റ്റ് സർപ്രൈസ് ഫോർ യു, അത് ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ മകൻ ശ്രീനന്ദ് ശർമിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ എനിക്കും ശിവൻ സാറിനും വലിയ റോൾ ഇല്ലാന്ന് തോന്നുന്നു. ശ്രീനന്ദ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയമാണ്. കാരണം കൃത്യമായിട്ടൊരു 60-65 ദിവസമേ ഉള്ളൂ ഇനി പരീക്ഷയ്ക്കുള്ളത്. അപ്പം ഞങ്ങൾക്ക് നമ്മുടെ മലയാളികൾക്കായിട്ട് അടുത്ത 2025 വേണ്ടിയിട്ട് തരാനുള്ള ഏറ്റവും വലിയൊരു സർപ്രൈസും സമ്മാനവുമാണ് ശ്രീനന്ദ്. അടുത്ത 720 ഔട്ട് ഓഫ് 720യുടെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ ഇരിക്കാൻ ഒരുപാട് പേരുണ്ടാകണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ശ്രീനന്ദിന് പറയാനുള്ള കേൾക്കാമല്ലേ സർ? മോനെ, 720യിലേക്ക് യാത്ര തുടങ്ങിയത് ഏത് സമയത്തായിരിക്കും എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈമിലാണോ? എങ്ങനെയാണ് ആ ഒരു ആഗ്രഹം? 720ക്ക് അപ്പുറത്ത് മെഡിക്കൽ സയൻസ് ഡോക്ടർ എന്നുള്ള ഒരു ആഗ്രഹം. അപ്പം അച്ഛനും അമ്മയും ഒക്കെ അപ്പം രക്ഷിതാക്കളെ തുടങ്ങാം. അച്ഛനും അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. പിന്നെ അവരിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഡെയിലി പോകുന്നത് കണ്ടും അവരിങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടും തന്നെയാണ് എനിക്ക് ഡോക്ടറിലേക്ക് ഒരു പുഷ് കിട്ടിയത്. പിന്നെ 10th ഒക്കെ ആകുമ്പോൾ ഈ ഒരു പാത തന്നെ ഞാൻ ഉറപ്പിച്ചത്. ബയോളജി കൂടുതൽ കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ +1 +2 ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ചേരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേർന്നു. ഒരു 6ാം ക്ലാസ് മുതൽ തന്നെ സബ്ജക്റ്റിനോടുള്ളൊരു ഇഷ്ടം, അതിനോട് ശരിക്കും ഒരു പ്രതിപത്തി തോന്നിയിരുന്നു. 6ാം ക്ലാസ്സിൽ തന്നെ എനിക്ക് ആദ്യം മുതലേ തന്നെ സയൻസിനോട് നല്ല ഇഷ്ടമായിരുന്നു. 4th-ലും 5th-ലൊക്കെ അപ്പോൾ ഒറ്റൊരു സബ്ജക്റ്റല്ലോ, സയൻസിനോടെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ 6th-ലൊക്കെ കയറിയപ്പോൾ തന്നെ ഫിസിക്സും ബയോളജിയൊക്കെ നല്ലോണം ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അങ്ങനെ ഇഷ്ടം കൂടി ഇങ്ങനെ ബയോളജിയോടുള്ള ഇഷ്ടം കൂടി 10th എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ചേരാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും ഈ 2025 അല്ലെങ്കിൽ ഇനി ഏത് വർഷമാണെങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളവർക്ക്, എയിംസ് ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു സയൻസ് ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ ഒരു 6ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ് ഒക്കെ മുതൽ തന്നെ അതല്ലേ അടിസ്ഥാനം യഥാർത്ഥത്തിൽ? അത് തന്നെയാണ് അടിസ്ഥാനം. അപ്പോൾ തന്നെ നമ്മൾ മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ, കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഹയർ ക്ലാസ്സസിലേക്ക് വരുമ്പോൾ
അവിടെ തന്നെയാണ് എല്ലാം റിപ്പീറ്റ് ചെയ്യുകയാണ്. അത്രയേ ഉള്ളൂ ബേസിക്കലി. 6th-ലെത്തെ 8th റിപ്പീറ്റ് ചെയ്യുന്നു, 8th-ലെത്തെ 10th റിപ്പീറ്റ് ചെയ്യുന്നു, 10th-ലെത്തെ 12th റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം അപ്പോൾ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം മനസ്സിൽ ഓർമ്മ വരുന്നത്. കാരണം 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പക്ഷേ MBBS ഒന്നും ആയിരിക്കും സ്വപ്നമെങ്കിൽ പോലും സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം തോന്നുന്നത് അല്ലേ? അപ്പോൾ ഇഷ്ടം വരുത്തിയാൽ മാത്രമേ നമുക്ക് പിന്നീട് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ബ്രില്യൻ്റെ ഭാഗമായിട്ട് വന്നു. അപ്പോൾ പഠിച്ച് തുടങ്ങുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത ആഗ്രഹം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് മാർക്സ് ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴും, അല്ലെങ്കിൽ നമുക്കൊരു എന്താ ഇത് തന്നെയാണോ ശരിക്കും ഇത് തന്നെയാണോ അത് അപ്രോപ്രിയേറ്റ് ഇത് തന്നെയാണ് എയിംസ് എനിക്ക് വേണം, മെഡിക്കൽ എന്ന് പറയുന്ന സ്വപ്നത്തിനപ്പുറം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് എത്തണം, അല്ലെങ്കിൽ എനിക്ക് രാജ്യത്തെ നമ്പർ 1 ആകണം, അങ്ങനെ ഒരു ചിന്ത എപ്പോഴാണ് മനസ്സിലേക്ക് വന്നതും ഒരു കഠിനാധ്വാനം അതിന് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ എഫേർട്ട് അത് എപ്പോഴായിരിക്കും ഇട്ടു തുടങ്ങിയത്? അവസാനത്തെ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ ഇട്ടിട്ടുണ്ടാവുക. മെയിനായിട്ട് ഞാൻ ഇൻ്റഗ്രേറ്റഡിൽ കയറിയപ്പം എനിക്ക് കേരളത്തിൽ ടോപ്പ് മെഡിക്കൽ കോളേജ് ലൈക്ക് കോഴിക്കോട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ മോസ്റ്റ്ലി ജിപ്മർ അങ്ങനെയൊക്കെ പോകാനായിരുന്നു ആഗ്രഹം. ലാസ്റ്റ് 3 months ഒക്കെ ആയപ്പോൾ കുറച്ചുകൂടി ഒരു ഫയർ കയറി വന്നു. എന്താണ് മാർക്സ് കുറച്ച് കൂടി വന്നപ്പം എന്താണ് ആ ഒരു ടോപ്പ് മാർക്സ് എത്താൻ പറ്റും എന്നൊരു ആലോചന വന്നപ്പോൾ കുറച്ചുകൂടി എഫേർട്ട് ഇടാൻ തോന്നി. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കാരണം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സമയം. 2025 വേണ്ടിയിട്ട് കോമ്പറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് അവരെ തിരിച്ചറിയാനായിട്ട് എത്രത്തോളം അതിനകത്ത് ഇൻപുട്ട് എടുക്കാൻ കഴിയുമെന്ന് അറിയുന്ന യഥാർത്ഥ സമയമാണ് ഇത്. നമ്മളെ കൃത്യമായിട്ടാണ് ശ്രീനന്ദിനെ കൊണ്ടുവന്നത്. ഈ സമയം എനിക്ക് തോന്നുന്നു സാർ പല കുട്ടികളും ഒരുപക്ഷെ അറച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ഇതെൻ്റെ കറക്റ്റ് ചോയ്സ് ആണോ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എന്നുള്ളതിനപ്പുറം ഈ പറഞ്ഞ പോലെ എയിംസ് വേണോ, ജിപ്മർ വേണോ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന്, എനിക്ക് എത്ര മാർക്ക് വേണമെന്നും പോലും ഒരു കുട്ടി ആലോചിച്ച് തുടങ്ങുന്ന ആ സമയത്ത് ഈ ലാസ്റ്റ് ഒരു ഫയർ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ പഠിത്തത്തിൻ്റെ മെത്തേഡിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നോ, അതോ ആ ഒരു പൂർണ്ണതയിലേക്ക് ഒരു 720 ഒരു പൂർണ്ണത വേണം, അതിൻ്റെ അടുത്ത് ഒരു അഡീഷണൽ എഫേർട്ട് അല്ലെങ്കിൽ ഒരു ഫോക്കസ് എന്തായിരിക്കും? അഡീഷണൽ എഫേർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ 3 months ആവുന്നതിന് മുന്നേ ഞാൻ മെയിൻലി ടെക്സ്റ്റ് വായിച്ചും ക്ലാസ്സിൽ എന്താണ് ശ്രദ്ധ കൊടുത്തായിരുന്നു ഇരുന്നത്. മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഇച്ചിരി കുറവായിരുന്നു. 3 months ആയപ്പോൾ എന്താണ് ഈ യൂണിറ്റ് എക്സാംസിന് കോമ്പിനേഷനിലേക്ക് മാറുകയും ചെയ്തു. മോഡൽ എക്സാംസ് മൊത്തമായി, പിന്നെ എക്സാംസിൻ്റെ ഫ്രീക്വൻസി കൂടി, പിന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൂടുതൽ ചെയ്തു വന്നപ്പം കുറച്ചുകൂടി മൈൻഡിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റി. അങ്ങനെ എന്താണ് കൂടുതൽ ഇൻഫർമേഷൻ റിട്ടേൺ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ആ മെത്തേഡ് എല്ലാവർക്കും വർക്കാവണമെന്നില്ല, എന്നാൽ പോലും ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ട മെത്തേഡും എന്താണ് എല്ലാ കോൺസെപ്റ്റ്സ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാവും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ബയോളജിയൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളെല്ലാം പറയുന്ന വലിയൊരു കാര്യം ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 720 എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വാക്ക് പോലും ഇടാതെ പഠിച്ച ആൾക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതെ, സംശയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത്രയും സംശയമില്ലാതെ ഇത്രയും കണ്ടന്റുകൾ അത് ഓർത്ത് വയ്ക്കാൻ എങ്ങനെയായിരുന്നു? അത് ഓർത്ത് വയ്ക്കാൻ എന്തൊക്കെ മെത്തേഡുകളാണ് ഉണ്ടായിരുന്നത്? ഓർത്തുവയ്ക്കാൻ മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബയോളജിയിൽ തന്നെ എന്താണ് കൂടുതൽ കോൺസെപ്റ്റ്സ് കണക്ട് ചെയ്തിട്ട് പഠിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഫിസിയോളജിയിൽ ആനുവൽ ഫിസിയോളജിയിലാണെങ്കിൽ തന്നെ എന്താണ് ഓരോ ചാപ്റ്റേഴ്സിലും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റീനൽ എന്ന കിഡ്നിയിൽ ബ്ലഡ് പ്രഷറിൻ്റെത് ഹാർട്ടിൻ്റെത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ചൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചു പോയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതാണ് പറഞ്ഞു നിർത്തിയത്. ഇനി തൊട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ മാറി നിങ്ങൾ എല്ലാം കൂടെ പഠിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞതും ശ്രീനന്ദ് എല്ലാം കൂടി ഇങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ എന്താണ് നമുക്ക് അവിടെ ഇവിടെയും ഏതൊക്കെ കണക്ഷൻസ് ഉള്ളതെന്ന് മനസ്സിലാവാൻ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബ്രെയിനിലേക്ക് അത് റിക്കോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് നെയിംസ് വരുമ്പോൾ അപ്പോൾ ഈ കോൺസെപ്റ്റിലൊന്നും ഇല്ല അവിടെ. അങ്ങനെയുള്ള നെയിംസ് എങ്ങനെയാണ് ഇത്രയും ഓർത്ത് വെച്ചത്? നെയിംസ് ഒക്കെ ഓർത്ത് വെക്കാന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് എഴുതി പഠിച്ചായിരുന്നു. പിന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് വീണ്ടും വായിച്ചു. ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ കുറച്ച് നെയിംസ് ഒക്കെ ഇല്ല, ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, അതൊക്കെ ഞാൻ വീണ്ടും വായിച്ചിട്ട് അതൊക്കെ ഓർത്ത് വെക്കാൻ അങ്ങനെ ശ്രമിച്ചായിരുന്നു. കുറച്ച് എഴുതി അങ്ങനെ പഠിച്ചു. അതുപോലെ കെമിസ്ട്രിയിലും ഓർഗാനിക്കും എന്താണ് ഓർഗാനിക് അത്രയ്ക്ക് കുഴപ്പമില്ല. എന്താണ് അതും കുറച്ചുകൂടി കോൺസെപ്റ്റ് ബേസ്ഡ് എന്ന് പറയാം. കുറച്ചാകെ ബേസിക് പ്രിൻസിപ്പിൾസ് കുറച്ചേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ അതും പ്രിൻസിപ്പിൾസ് പഠിച്ചാൽ എളുപ്പമായിരിക്കും. ഓക്കെ, ഫിസിക്സിലോട്ട് എത്തുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മെഡിക്കൽ സ്റ്റുഡൻസിൽ 90% പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു ഫിസിക്സിലോട്ടുള്ളതാണ്. എന്തായിരുന്നു ഫിസിക്സിനോട് കുട്ടിക്കാലത്തോട്ടും പിന്നെ വീണ്ടും ഈ ഒരു ലാസ്റ്റ് 3 months ഫിസിക്സിലൊക്കെ എന്തായിരുന്നു ഒരു സ്ട്രാറ്റജി? ഫിസിക്സ് എനിക്ക് അത്യാവശ്യം പണ്ട് തന്നെ അത്യാവശ്യം ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്, ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം എന്താണ് ഞാൻ അതിൻ്റെ അകത്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്താണ് ഇതിപ്പം ചിലതിലൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രൊഫസേഴ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ വീഡിയോസ് കാണും. ഇങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇക്വേഷൻസ് ഓർത്ത്
എടുത്ത് വെച്ച് ക്വസ്റ്റ്യൻ വരുമ്പം അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മിസ്സിംഗ് വന്നു പോയാൽ പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ മിസ്സിംഗ് ആയിപ്പോയാൽ പിന്നെ അതെങ്ങനെയാണ് പഠിക്കുന്നത്? ലൈക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ അത് വീണ്ടും നോക്കിയിട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ അത് തെറ്റ് വരാൻ പാടില്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ ഫ്യൂച്ചറിൽ അങ്ങനെ വരുവാണെങ്കിൽ പിന്നെ അത് വീണ്ടും അപ്ലൈ ചെയ്യാൻ ഓർക്കും. ഓൾറെഡി ഫീഡ് ചെയ്ത് വെക്കാം. പിന്നെ ഓക്കെ, ഇപ്പോൾ അതുപോലെ നീറ്റിൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ. ഒരു മുൻവിധി ഉണ്ടായിരുന്നോ അതോ വർക്ക് പ്രോബ്ലംസിലൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസിനോടും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം ജെയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ എന്താണ് എനിക്ക് കുറച്ചുകൂടി ഹയർ ലെവലാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യുമ്പം സോൾവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് കോൺഫിഡൻസ് കൂടുന്നുണ്ടാവും. പിന്നെ അതൊക്കെ 720 വരുമ്പോൾ ആ ഒരു ലെവലും കൂടെ നമ്മൾ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ജെയ് മെയിൻസും എഴുതിയായിരുന്നു. പിന്നെ അതില്ലാത്ത കൂടി കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തപ്പം നല്ല കോൺഫിഡൻസും വന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ലെവലും തന്നെ നല്ലതാണ് ചെയ്യുന്നത്, നല്ലതാണ്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നെഗറ്റീവ്സിനെ പേടിക്കുന്നവരാണ് മെജോറിറ്റി കുട്ടികൾ. അപ്പോൾ 720 വാങ്ങിച്ച ഒരാൾ എന്തായാലും അത് പേടിച്ചിട്ടുണ്ടാവില്ല. അത് എന്താണ്? അത് ആദ്യം തൊട്ട് ഈ ഒരു ലാസ്റ്റത്തെ 3 month സ്ട്രാറ്റജിയിൽ ഈ എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ നെഗറ്റീവിനെ പേടിക്കണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു മുൻവിധി ഉണ്ടായിരുന്നു? എനിക്ക് ആദ്യം മുതൽ തന്നെ നെഗറ്റീവിനെ പേടിയില്ല എന്നല്ല, എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും വിടുമ്പോൾ തന്നെ വിടുമ്പോൾ ഒരു റിഗ്രറ്റ് തോന്നും. ഇതിപ്പം നമ്മൾ പിന്നെ നോക്കുമ്പോൾ അത് പഠിച്ചതാണെന്ന് അറിയാമായിരുന്നു എന്ന് ഇതാക്കുമ്പം പിന്നെ ഒരു റിഗ്രറ്റ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അറിയുന്നില്ലെങ്കിൽ പോലും അറിയാവുന്നത് വെച്ചിട്ട് ഞാൻ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് അങ്ങ് കൊടുക്കുമായിരുന്നു. പിന്നെ തെറ്റിപ്പോയാലും അത് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയെന്ന് നോക്കിയിട്ട് പിന്നെ അത് വരുമ്പോൾ തെറ്റിക്കാതിരിക്കാം. ശരിക്കും ഗസ് വർക്കിലൂടെ തന്നെയാണ് വന്ന് ആ കറക്റ്റ് ആപ്പിലേക്ക് എത്തുന്നത് അല്ലേ, ആൻസറിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഗസ് വർക്ക് ചെയ്യാൻ പോലും പല കുട്ടികൾക്കും ഇപ്പോൾ ഒരു പേടി, ഒരു മടി. ഗസ് വർക്ക് മാത്രമല്ല, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തും അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുക. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക, പിന്നെ അറിയുന്നത് വെച്ച് ഗസ് ചെയ്ത് അങ്ങനെയാണ് മാക്സിമം ഒരു 2 ചോയ്സിലോട്ടെങ്കിലും എത്തുന്നു. പിന്നെ അതിൽ നിന്നുള്ളതിന് തിരഞ്ഞെടുക്കും. പക്ഷെ അത് അത്രയും കണ്ടന്റുകൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു എലിമിനേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതെന്ന് പറയാം അല്ലേ. അതുപോലെ ഈ ഒരു സമയം മോനും ഏറ്റവും അവസാനത്തെ 3 മാസം നല്ലൊരു എഫേർട്ട് ഇട്ട് പഠിച്ചു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ആ ഒരു ഫാമിലി സപ്പോർട്ട് നമ്മൾ എങ്ങനെയായിരുന്നു മോനെ ഓവർകം ചെയ്തത്? ആ സമയം ആകുമ്പോൾ എല്ലാവരും കുറച്ചുകൂടി ടെൻഷൻ വരാൻ തുടങ്ങും. അത് നാച്ചുറലാണ്. അപ്പം അവിടെ ഞാൻ ഹോസ്റ്റലായിരുന്നു നിന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സും അവിടെ ഉള്ളതുകൊണ്ടും പാരൻസിനെ വിളിക്കുമായിരുന്നു. ആഴ്ചയിൽ 3-4 പ്രാവശ്യം വിളിക്കും. ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അവർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും മനസ്സിന് ടയേർഡ് ആവുകയാണെങ്കിൽ കളിക്കാൻ പോകുക, അല്ലെങ്കിൽ പാട്ടെങ്കിലും വേണം, ബുക്ക് വായിക്കും ഒരു 1-2 മണിക്കൂർ. അങ്ങനെ എക്സ്ട്രാ റീഡിങ് അങ്ങനെ ഇങ്ങനെ പോവായിരുന്നു. സോ 720 വാങ്ങിക്കാൻ എപ്പോഴും NCERT തന്നെ വായിക്കണം എന്നില്ല. നമുക്ക് കുറച്ച് സമയം എക്സ്ട്രാ അത് മനസ്സിലൊന്ന് ശാന്തമാൻ സമയം കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ നിൽക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെ ഏറ്റവും പോയിന്റാണ്. കാരണം നമ്മൾ 1:30 മുതൽ രാത്രി 2 മണി വരെ ഇരുന്ന് പഠിച്ചു കിട്ടിയില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ പോയിന്റാണ്. അത് നമുക്കൊരു പല കുട്ടികളും പറയുന്ന കാര്യമാണ്. അതിൽ നമുക്ക് ഈ നമ്മുടെ സ്കൂളിംഗ് +1 +2 പഠനത്തോടൊപ്പം തന്നെയാണ് 720 എത്തിയത്. അത് ഈ 10th കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റിലോട്ട് കയറുമ്പോൾ അതൊരു സ്ട്രഗിളായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, അതോ ഇതിൽ പാരലായിട്ട് തന്നെ പോയൊരു പ്രോസസ്സാണ്? പാരലായിട്ട് തന്നെ പ്രോസസ്സാണ്. കാരണം രണ്ടിനും സിലബസ് ഒരേതാണ്. അതുകൊണ്ട് കണ്ടിന്യൂ ആകും. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇംഗ്ലീഷ് മാത്സും അത് വലിയ ടഫൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്കൂളും നല്ലതായിരുന്നതുകൊണ്ടും പിന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ കോമ്പറ്റീഷൻ്റെ ആ ഒരു ഗാങ് നമ്മുടെ കൂട്ടുകക്ഷികളെല്ലാം ഒരേപോലെ തന്നെ നിലവാരം എല്ലാം ഒരേപോലെ തന്നെ പോയത്. ഓക്കെ, മോനെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് അവരോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഈ ടെൻഷനോടെയാണ്. തീർച്ചയായിട്ടും ഇത് കൂടി തന്നെയാണ് ഓവർകം ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പം ലാസ്റ്റായിട്ട് 2025 എയിംസിലോട്ട് എത്തേണ്ട ഒരു കൂട്ടം നല്ല വിദ്യാർത്ഥികൾ നമ്മുടെ ബ്രില്യൻറ്റ് ക്യാമ്പസുകളിലുണ്ട്. എയിംസിലോട്ട് സ്വാഗതം ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം ഈ ലാസ്റ്റ് ടൈം ഒരു പ്രിപ്പറേഷൻ? ഇപ്പം പറയുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് NCERT വായിക്കുക. ബ്രില്യൻ്റ് ഒരു എക്സാം മിസ്സാക്കാൻ പാടില്ല. അതാണ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് മനസ്സിലത് ആക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും, റീകോൾ ചെയ്യാനും പറ്റും. ഇവർ തരുന്ന എല്ലാ എക്സാംസും ചെയ്തുകൊണ്ടിരിക്കുക, പ്രിപ്പറേറ്ററി എക്സാംസ്, അങ്ങനെ എല്ലാ ടൈപ്പ് എന്ത് മെറ്റീരിയൽ കിട്ടിയാലും ജെയുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും അത് ചെയ്ത് നോക്കുക. പിന്നെ മെയിനായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. എന്തായാലും ഫുൾ കോൺഫിഡൻസോടെ പോയി എക്സാം എഴുതാം. ലാസ്റ്റ് ദിവസം വരെ പഠിക്കുകയാണെങ്കിൽ പോലും കറക്റ്റായി ഇറങ്ങി മനസ്സിനൊരു ടെൻഷനും വരാതെ അടുത്ത ദിവസം പോയി എണ്ണീറ്റ് നല്ല കൂളായിട്ട് എഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം
എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞങ്ങളിത് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും അഭിമാനത്തോടെ 720 ഔട്ട് ഓഫ് 720 എന്ന പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ശ്രീനന്ദിനോടൊപ്പമുള്ള ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ നേരത്തെ അത് പറഞ്ഞുമില്ല, എയിംസ് ന്യൂഡൽഹിയുടെ ക്യാമ്പസിൽ ഇരുന്ന് തന്നെയാണ് ഈ പ്രോഗ്രാമിന് ഒരു വൈൻഡപ്പ് കൊടുക്കുന്നതും. അപ്പോൾ അടുത്ത വർഷം ഇതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഇതുപോലെ ഇരിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്, അതിന് നിങ്ങളെ കൊണ്ട് പറ്റും. അത് നിങ്ങൾ ഏറ്റവും സമാധാനമായിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ചെയ്യൂ. ഞങ്ങൾ എപ്പോഴും പറയും പോലെ ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം. Brilliant Study Center, India's #1 coaching center for NEET and JEE.